നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗത്തിന് പുത്തൻ വഴികൾ തേടുന്ന പുതിയ തലമുറ. കഞ്ചാവ് ഉപയോഗിക്കാൻ പ്രീ റോൾഡ് കോണുകൾ ഉപയോഗിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള വാർത്ത ന്യൂസ് 18 കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇൻസ്റ്റാമാർട്ട് എന്ന ആപ്പ് വഴിയായിരുന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും പ്രീ റോൾഡ് കോണുകൾ വാങ്ങിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ നടപടി ഉണ്ടായിരിക്കുന്നു. പ്രീ റോൾഡ് കോണുകൾ പൂർണ്ണമായും പിൻവലിക്കാൻ ഇൻസ്റ്റാമാർട്ടിന്റെ തീരുമാനം. അതായത് കേരളത്തിൽ ഒരിടത്തും ഇത് വിൽക്കേണ്ടതില്ല, ഓൺലൈൻ വഴി വിൽപ്പന വേണ്ട എന്നാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട് ടി.വി. അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇതിന്റെ ഒരു അപകടത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 അരുൺ തന്നെയാണ് അതിന്റെ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതായത് കൊച്ചുകുട്ടികൾ പോലും ഇത് ഓൺലൈൻ വഴി ഈ പ്രീ റോൾഡ് കോണുകൾ വാങ്ങുന്നു. ഇത് ഉപയോഗിച്ച് ഇതുവഴിയാണ് ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അതിന്റെ അപകടത്തെക്കുറിച്ച് അടക്കം നമ്മൾ വിശദമായി റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നു. ഇത് ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി എന്ന് മനസ്സിലാക്കുന്നു. മറ്റെന്തൊക്കെയാണ് തീരുമാനം? അതായത് കേരളത്തിൽ മാത്രം വിൽക്കേണ്ടതില്ല എന്നാണോ തീരുമാനം, അതോ പൂർണ്ണമായി ഇത് പിൻവലിച്ചിട്ടുണ്ടോ? ടോം, സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയാൻ വലിയ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. തൂഫാൻ എന്ന പേരിട്ട ഒരു പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന്റെ, ലഹരി വിൽപ്പനയുടെ, ലഹരിയുടെ സ്രോതസ് അടയ്ക്കുന്ന, അതിന്റെ അടിവേരടക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചത്. വലിയ കയ്യടി നേടിയ ഒരു പദ്ധതിയാണെന്ന്. പക്ഷേ അങ്ങനെ ആഭ്യന്തര വകുപ്പ് ഓരോ ദിവസവും ലഹരി വ്യാപനം തടയാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് കയ്യെത്തും ദൂരത്തിൽ ഈ ലഹരി ഉണ്ട്, ലഹരി ഉപയോഗിക്കാനുള്ള വഴികളുമുണ്ട്. നേരത്തെയൊക്കെ അതിന് ബുദ്ധിമുട്ടേറിയ വഴികളുണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുള്ള വഴികൾ ഇപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, നമുക്കറിയാം, നമുക്ക് എല്ലാ കാര്യവും നമ്മളിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നവരാണ്. ഇൻസ്റ്റന്റ് ഭക്ഷണമാകട്ടെ, ഇൻസ്റ്റന്റായി ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും മലയാളികൾ ആ രീതിയിൽ സ്വാഗതം ചെയ്യുന്ന ആളുകളാണ്. ഇൻസ്റ്റാമാർട്ട് എന്ന ഒരു പ്ലാറ്റ്ഫോം വലിയ രീതിയിൽ മലയാളികൾക്ക് സ്വാധീനമുണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോമുമാണ്. അതിലൂടെയാണ് ഈ ലഹരി വ്യാപനത്തിന് വഴിവെക്കുന്ന കുട്ടികൾക്ക് വളരെ വേഗം, കുട്ടികൾക്കും മുതിർന്നവർക്ക് ഒരുപോലെ ലഹരി ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അത് പുകയ്ക്കാനുള്ള പ്രീ റോൾഡ് കോണുകൾ, നേരത്തെയൊക്കെ ലഹരി ഉപയോഗിക്കാൻ പേപ്പറുകൾ ലഭ്യമാകുമായിരുന്നു. അല്ലെ, ആ പേപ്പറുകൾ ഓൺലൈൻ ഉണ്ടാകുമ്പോൾ, അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പോൾ അത് സർക്കാർ ആവശ്യപ്പെട്ട് അത് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ പേപ്പർ പോലുമല്ല, നേരിട്ട് തന്നെ കോണുകളായി നൽകി ആ കോണുകളിലൂടെ ലഹരി ഉപയോഗിക്കാം. വളരെ എളുപ്പ വഴി. സ്കൂൾ കുട്ടികൾക്ക് ആണ് ഇതിന്റെ ഏറെയും ഉപയോക്താക്കൾ അവരാണ് ഇതിൽ കൂടുതൽ ഓർഡർ ചെയ്യുന്നത്. കഴിഞ്ഞ 2-3 മാസമായി വലിയ രീതിയിൽ കുട്ടികൾ ഇത് ഓർഡർ ചെയ്യുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു ഡെലിവറി ബോയാണ് നമ്മുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതിലൂടെയാണ് നമ്മൾ ഈ അന്വേഷണം നടത്തിയത്. ഏതായാലും അദ്ദേഹത്തിന്റെ ആശങ്ക അടിസ്ഥാനത്തായ നിരവധി കുട്ടികൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പലരും വീടുകളിലെ അഡ്രസ്സുകളിൽ ഇത് കൊടുക്കാറില്ല. ഇവിടെ നമ്മൾ ഏത് ലൊക്കേഷൻ ഉണ്ടോ അവിടേക്ക് ഈ ഇൻസ്റ്റാമാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലെ സാധനങ്ങൾ എത്തിക്കുകയാണ് പതിവ്. അങ്ങനെ അവർക്ക് വീടുകൾക്ക് പുറത്ത്, സ്കൂളുകൾക്ക് പുറത്ത്, ട്യൂഷൻ സെന്ററുകൾക്ക് പുറത്ത്, വഴിയോരങ്ങളിലൊക്കെ നിന്ന് കുട്ടികൾ ഇത് വാങ്ങുന്നു. അതിന് മറ്റൊരു ഉപയോഗമില്ല. ഇത് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ സംവിധാനമാണ്. അതാണ് ഗൗരവമുള്ള വിഷയമായിരുന്നു. അതാണ് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. ഏതായാലും ഇൻസ്റ്റാമാർട്ട് അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് അവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കേരളത്തിലെ മുഴുവൻ വിപണിയിൽ നിന്നും, ഓൺലൈൻ വിപണിയിൽ നിന്ന്, അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഇൻസ്റ്റാമാർട്ടിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അത് പിൻവലിക്കുകയാണ് അവർ ചെയ്തത്. തൂഫാൻ എന്ന വലിയൊരു യജ്ഞം സംസ്ഥാന സർക്കാർ നടപ്പാക്കുമ്പോൾ അതിനോടുകൂടിയുള്ള ഐക്യദാർഢ്യം കൂടി അറിയിച്ചുകൊണ്ടാണ് അത്തരമൊരു തീരുമാനമെന്നാണ് ഇൻസ്റ്റാമാർട്ട് വ്യക്തമാക്കുന്നത്. കേരളത്തിൽ ഒരിടത്തും ഇത് ഇൻസ്റ്റാമാർട്ട് വഴി ആ പ്ലാറ്റ്ഫോം വഴി ലഭ്യമാകില്ല. നമ്മൾ ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സെർച്ച് ചെയ്താൽ അത് ലഭ്യമല്ല എന്ന വിവരം നമുക്ക് ലഭിക്കും. മറ്റൊരു വെബ്സൈറ്റിന്റെ ലിങ്കാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെ ഇൻസ്റ്റാമാർട്ട് ഇത് പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി വകുപ്പ് വിഷയത്തിൽ ഇടപെട്ടതാണ്. ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത് ഇത്തരം വാർത്തകൾ വളരെ ഗൗരവമുള്ളതാണ്. ഒരു കാരണവശാലും ഇതിന് പ്രോത്സാഹനം നൽകരുത്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പിന്മാറണം, ഇത്തരം വസ്തുക്കൾ പിൻവലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയും ആവശ്യപ്പെട്ടു. ഏതായാലും ഇൻസ്റ്റാമാർട്ട് അത് അഭ്യർത്ഥന നിർദ്ദേശം സ്വീകരിച്ചിരിക്കുന്നു. അവർ ഇത് പൂർണ്ണമായും പിൻവലിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരില്ല. ഇൻസ്റ്റാമാർട്ടിൽ മാത്രമല്ല, മറ്റു പല പ്ലാറ്റ്ഫോമുകളിലും, തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെയുള്ള പല പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോഴും ഇതിനെ സമാനമോ അല്ലെങ്കിൽ ഇതേ ഉപയോഗത്തിലുള്ളതുമായ കോണുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാകുന്നുണ്ട്. അതിന്റെ കൂടി വിൽപ്പന തീർച്ചയായും, അതായത് ഒരു ഇൻസ്റ്റാമാർട്ടിലല്ലോ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഈ ലഹരി ഉപയോഗിക്കാനുള്ള പ്രീ റോൾഡ് കോണുകൾ അല്ലെങ്കിൽ മറ്റു പല ഉൽപ്പന്നങ്ങളും, ഇതുപോലെ ലഹരി ഉൽപ്പന്നങ്ങൾ പോലും ഓൺലൈൻ വഴി
വളരെ സുലഭമായി ലഭിക്കുന്നുണ്ട്, കുട്ടികൾക്കടക്കം അത് ലഭ്യമാകുന്നുണ്ട്. ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നുണ്ടോ? മാത്രമല്ല, നേരത്തെ ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പലയിടത്തും ലഹരിവേട്ട നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഓൺലൈൻ വഴിയുള്ള ഇടപാടുകൾ കൂടി തടയേണ്ടതില്ലേ? നമ്മുടെ ഈ വാർത്ത എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിരീക്ഷണം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിന്, സർക്കാരിന്, എക്സൈസ് വകുപ്പിനൊക്കെ വലിയ റോൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നത് വസ്തുതയാണ്. കാരണം ഇത്തരം അനധികൃതമായ അല്ലെങ്കിൽ ലഹരി വഴിയിലേക്ക് കുട്ടികളെ വളരെ വേഗം കൈപിടിച്ച് നടത്തുന്ന, അവരുടെ ജീവിത ഇരുളടയ്ക്കുന്ന ഇത്തരം സംവിധാനങ്ങൾക്കെതിരെ ആഭ്യന്തര വകുപ്പിന് വേണം, സർക്കാരിന് നിയമനിർമ്മാണം നടത്താം. അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായ നിർദ്ദേശം, ഇത്തരം കാര്യങ്ങൾ സംസ്ഥാനത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയോ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകളിലോ വിൽക്കാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശം നൽകാം. സ്വാഭാവികമായും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ അപകടത്തിന്റെ ആഘാതം കൂടുന്നത് അത് ആര് ഓർഡർ ചെയ്യുന്ന കാര്യം അറിയേണ്ട കാര്യമില്ല. ആർക്കും അത് ഓർഡർ ചെയ്യാം, കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ. അതാണ് അതിന് പ്രശ്നമുണ്ടാക്കുന്നത്. ഓഫ്ലൈൻ സ്വാഭാവികമായും ഒരു കുട്ടി ഒരു കടയിൽ പോയി വാങ്ങുമ്പോൾ വേണമെങ്കിൽ ആ കടക്കാരന് അയാളുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ കണക്കിലെടുത്ത് നൽകാതിരിക്കാം, ലാഭം മാത്രമല്ല അവർ ലക്ഷ്യമിടുന്നതെങ്കിൽ. പക്ഷേ ഓൺലൈൻ ആകുമ്പോൾ അത്തരം ഒരു സ്ക്രീനിംഗ് കൂടി ഉണ്ടാകാറില്ല, വളരെ വേഗം അവർക്ക് ലഭ്യമാകുമെന്നുള്ളതാണ്. ഏതായാലും ഇനി ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കണമെങ്കിൽ ആഭ്യന്തര വകുപ്പിന് തീരുമാനമെടുക്കാം. എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോടും ഇത് വിൽക്കരുതെന്ന് ആവശ്യപ്പെടാം. ഓഫ്ലൈനായി വിൽക്കുന്ന കടകളിലാകട്ടെ അവിടെയും കൃത്യമായ നിർദ്ദേശം നൽകാം. ഇത് നൽകരുത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നൽകരുത്. ഇത് ആർക്കും ഉപയോഗിക്കാൻ പാടില്ല. നമുക്കറിയാം, കഞ്ചാവൊക്കെ നിരോധിച്ച സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇത് കഞ്ചാവ് പോലുള്ള ലഹരി ഉപയോഗിക്കാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു ഉപയോഗവും ഇതിനില്ല. അതുകൊണ്ട് ഇത്തരം വസ്തുക്കൾ വിൽപ്പന നടത്തരുന്ന കർശന നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് അനായാസം നൽകാനാകും. അതിന് സർക്കാർ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഒരു പ്ലാറ്റ്ഫോം ഇൻസ്റ്റാമാർട്ട് അതിനൊരു മാതൃകാപരമായ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് മറ്റു പ്ലാറ്റ്ഫോമുകളും തുടരണം. ഓഫ്ലൈനിൽ വിൽക്കാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ അങ്ങനെ വളരെ വേഗം ലഹരിയുടെ പിടിയിലേക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. കേരളത്തിന്റെ, രാജ്യത്തിന്റെ ഭാവി പ്രതീക്ഷകളാണവർ. അവരെ ഈ ലഹരി വരയിലേക്ക് വീഴാതെ നോക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ സമൂഹത്തിന് പൊതുവിലുണ്ട്. സർക്കാരിന് മാത്രമല്ല സമൂഹത്തിനുമുണ്ട്. ആ ഒരു ഉദ്യമമായി തന്നെയാണ് ന്യൂസ് 18 വാർത്ത. പിൻവലിച്ചാൽ മാത്രം പോരല്ലോ, നിയമ നടപടി കൂടി ആവശ്യമല്ല. ഇത് ഇൻസ്റ്റാമാർട്ടിന്റെ അറിവോടുകൂടി തന്നെയായിരുന്നോ ഈ രീതിയിലുള്ള നടപടി ഉണ്ടായത്? ആരാണ് ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതല്ലേ അരുൺ? സ്വാഭാവികമായും ഇൻസ്റ്റാമാർട്ടിൽ അവർക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട്. കാരണം നിരോധിത വസ്തുവല്ല ഇത്. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ അവർ GST അടച്ച് ഉള്ള വസ്തുവകൾ, സാധന സാമഗ്രികൾ ഇൻസ്റ്റാമാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വിറ്റഴിക്കാം. അവിടെ നിയമപരമായ തടസ്സമില്ല. പക്ഷേ ഇത് എന്തിനുപയോഗിക്കുന്നു, ആരുപയോഗിക്കുന്നു, അവിടെയാണ് രണ്ട് ചോദ്യങ്ങളുള്ളത്. ഉപയോഗിക്കുന്നത് ഇത് ലഹരി വ്യാപനത്തിന് മാത്രമാണ്. കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ പുകയ്ക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് പ്രീ റോൾഡ് കോണുകൾ. അത് ആരുപയോഗിക്കുന്നുള്ളതാണ് അതിന്റെ അപകടം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നത്, അതിന്റെ ആഘാതം ഒന്നുകൂടി കൂട്ടുന്നത്. വിദ്യാർത്ഥികളാണ്, സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള നമ്മുടെ കുട്ടികളാണ് ഉപയോഗിക്കുന്നത്. അവിടെയാണ് എന്റെ പ്രശ്നം. ഇൻസ്റ്റാമാർട്ട് വിറ്റഴിച്ചാൽ അവരെ പ്രത്യക്ഷത്തിൽ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ അവിടെ അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത ഏത് പ്ലാറ്റ്ഫോമായി, ഇൻസ്റ്റാമാർട്ട് മാത്രം ഏത് പ്ലാറ്റ്ഫോമായി നോക്കേണ്ടതായിരുന്നു. ലാഭത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവർക്ക് ഒരുപക്ഷെ അത്തരം നിലപാടുണ്ടാകില്ല. മറിച്ച് കുട്ടികളുടെ ഭാവി, കേരളത്തിന്റെ ഒരു നിലപാട്, സർക്കാർ നിലപാട് തന്നെ ഈ ലഹരി മുക്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തൂഫാൻ പോലുള്ള പൈലറ്റ് പ്രോജക്റ്റുകളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്, ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റുകളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അവിടെ അങ്ങനെ ഒരു സംസ്ഥാനത്ത് കൂടി ഇത്തരത്തിൽ എളുപ്പത്തിൽ ലഹരി വഴികളിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് പോകാൻ അവസരമൊഴുകുന്നു എന്നുള്ളതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം. അവിടെ ഒരു പടി ഇപ്പോൾ, ഒരു പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പ്ലാറ്റ്ഫോമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം അവർ അതിൽ നിന്ന് പിന്തിരിയുന്നു. മറ്റുള്ളവരും സമാനമായ നിലപാട് സ്വീകരിക്കണം. അല്ലെങ്കിൽ സർക്കാർ നിയമം മൂലം, സർക്കാർ അധികാരം മൂലം അത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. SVV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അരുണാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതായത് ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പ്രീ റോൾഡ് കോണുകൾ ഇൻസ്റ്റാമാർട്ട് ഉൾപ്പെടെയുള്ള ആപ്പുകളിൽ ലഭ്യമാണെന്നതും ഇത് കൂടുതൽ ഇത് വാങ്ങുന്നത് കുട്ടികളാണെന്ന് സംബന്ധിച്ചുള്ള വാർത്തകളാണ് പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. ഈ പ്രീ റോൾഡ് കോണുകൾ പൂർണ്ണമായും പിൻവലിക്കാനാണ് തീരുമാനം. തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ അസാധാരണമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എല്ലാ വർഷവും 1-2 തവണകളിലായി വലിയ പ്രളയ സമാന സാഹചര്യം ഉണ്ടാകുന്നു. 2018 മഹാപ്രളയമെന്ന് വിളിക്കാവുന്ന വലിയ പ്രളയക്കെടുതി ഉണ്ടാകുന്നു. 2019 വരുമ്പോൾ തൊട്ടടുത്ത വർഷം
പ്രളയത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീടുള്ള എല്ലാ വർഷവും സമാന സാഹചര്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷവും വെള്ളത്തിൽ മൂടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. ഇതാ ഈ വർഷവും സമാനമായ അവസ്ഥയുണ്ടാകും. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര ശക്തമായ പ്രളയ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്? ഇത് കേരളത്തിൽ മഴയുടെ അളവ് വർദ്ധിച്ചത് കൊണ്ടാണോ, അതിനപ്പുറം മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ടാണോ? ഇതാണ് വിശദമായി നമുക്ക് മുന്നിൽ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ. വിദഗ്ധർ നൽകുന്ന സൂചന പ്രകാരം നമ്മുടെ മഴയളവിൽ കാര്യമായ ഒരു വർധനവും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ഒറ്റപ്പെട്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ മഴയളവും നമ്മുടെ കാലാവസ്ഥ മാറ്റങ്ങളുമൊക്കെ ഇതിനൊരു കാരണമാണ്. അതിനപ്പുറം മറ്റു ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അത് നമ്മുടെ പരിസ്ഥിതിക്കുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് അതിന് കാരണം. അതായത് മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളം കേരളത്തിൻ്റെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് ഏകദേശം 60 മുതൽ 100 കിലോമീറ്ററിനുള്ളിൽ അറബിക്കടലിലോ കായലിലോ വന്ന് പതിക്കുന്നതാണ് നമ്മുടെ എല്ലാ നദികളും. അപ്പോൾ ഈ ചെറു ദൂരത്തിനിടയിലെ ഒഴുക്കിനിടയിലാണ് വലിയ പ്രളയവും വെള്ളക്കെട്ടുകളും ഉണ്ടാക്കുന്നത്. മുൻകാലങ്ങളിൽ മലമുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വലിയ വെള്ളക്കെട്ടുകൾ അവിടെ തന്നെ ഇറങ്ങിയതിന് ശേഷമാണ് നദികളിലേക്ക് വരാറുള്ളത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് നദിയുടെ തുടക്കത്തിൽ തന്നെ അസാധാരണമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു. ഈരാറ്റുപേട്ട, പാലാ പോലെയുള്ള സ്ഥലങ്ങളിൽ നദിയുടെ തുടക്കത്തിൽ തന്നെ വെള്ളക്കെട്ടുണ്ടായതിൻ്റെ കാരണവും വളരെ വിദഗ്ധമായി നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് മഴയളവിൻ്റെ കണക്കാണ്. കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ മഴയളവിൽ വർധനവുണ്ടായിട്ടുണ്ടോ? മഴ തന്നെയാണോ കേരളത്തിൽ പ്രളയമുണ്ടാക്കുന്നത് എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം. നമുക്ക് മുന്നിൽ വളരെ വിശാലമായൊരു കാലഘട്ടത്തിൻ്റെ കണക്കാണുള്ളത്. അതായത് 1900 മുതൽ 2020-26 കാലഘട്ടത്തിലേക്ക് വരുന്ന കണക്കാണ്. അതായത് ഏകദേശം 120 വർഷങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെട്ട മഴ എന്തായിരുന്നു, ആ മഴയുടെ പാറ്റേണിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. കാവേരി വിഷയത്തിലെ പ്രസംഗത്തിനിടെ സ്ത്രീവിരുദ്ധവും ദ്വയാർത്ഥ പരാമർശവും നടത്തിയ ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിൽ DVKയുടെയും BJPയുടെയും പരാതിയിൽ തഞ്ചാവൂർ പോലീസ് കേസെടുത്തുന്നു. ഉദയനിധിയുടെ വീടിന് മുന്നിൽ സംഘർഷാവസ്ഥയുണ്ടായി. ഇന്നലെ കാവേരി നദീജല തർക്കത്തിൽ DMK നടത്തിയ പരിപാടിയിലായിരുന്നു ഉദയനിധിയുടെ വിവാദ പരാമർശം. ஆனா இதை பத்தி இருக்கக்கூடிய முதலமைச்சர் வாயை திறந்து பேசுறாரா? பேச மாட்டேங்கிறாரு. அவருக்கு இருக்கக்கூடிய ஒரே கவலை என்ன? திமுக மேல என்ன பொய் வழக்கு போடலாம், என்ன பொய் கேஸ் போடலாம். எங்க தண்ணி வருதோ இல்ல அங்க தண்ணி வரணும். காவிரி சொன்ன ഏത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്ന് പോലീസ് വാഹനത്തിലിരിക്കെ ഉദയനിധി സ്റ്റാലിൻ ന്യൂസ് 18നോട് പറഞ്ഞു. VV വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, വിവാദ പരാമർശത്തിൽ ഇപ്പോഴും സ്റ്റാലിൻ ഉറച്ചു നിൽക്കുകയാണോ? എന്ത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്നാണ് വിശദീകരിക്കുന്നത്. അതിൽ യാതൊരു ഖേദപ്രകടനവും നടത്തിയിട്ടില്ല. സംഭവത്തിൽ എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നു. ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മറ്റു വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ടോ? ടോം, തീർച്ചയായിട്ടും ഈ കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് കർണാടകയും തമിഴ്നാടുമായി കാലങ്ങളായി നിൽക്കുന്ന ഈ വാദപ്രതിവാദങ്ങൾ, കോടതി നടപടികൾ ഇതെല്ലാം ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം, പക്ഷേ തൃശയുമായി ചേർത്താണ് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായതെന്ന പരാതി TVKയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഉദയനിധി സ്റ്റാലിൻ പ്രസംഗിക്കുമ്പോഴാണ് ആ വേദിക്ക് മുന്നിലുണ്ടായിരുന്ന DMKയുടെ പ്രവർത്തകർ തൃശയുടെ പേര് ആർത്തു വിളിക്കുകയും അങ്ങനെ ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുചിതമായ പരാമർശം ഉണ്ടാവുകയും ചെയ്യുന്നത് തീർത്തും അശ്ലീല പരാമർശം എന്ന തരത്തിൽ വലിയ തോതിൽ വിമർശനം ഉയർന്നുവെന്ന് തുടർന്ന് TVK പ്രവർത്തകർ പരാതി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉദയനിധി സ്റ്റാലിനെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. നേരത്തെ അറസ്റ്റിന് തടസ്സമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ പ്രോസിക്യൂഷൻ വാദിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷ അറസ്റ്റിന് തടസ്സമല്ല, അതുകൊണ്ട് തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് പോകുന്നതിന് നിയമപരമായി മറ്റ് ബുദ്ധിമുട്ടില്ല എന്ന കാര്യമാണ്.
എന്നാൽ ഉദയനിധി സ്റ്റാലിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത് വിജയുടെയോ തൃഷയുടെയോ പേരെടുത്ത് പറഞ്ഞ് അങ്ങനെ ഒരു ആക്ഷേപ പരാമർശം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസംഗത്തിൻ്റെ ഭാഗമായി നടത്തിയ ചില വന്ന വാക്കുകളാണ്. അതിന്മേൽ ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് ഇപ്പോൾ ഉദയനിധിയുടെ അഭിഭാഷകൻ വിശദീകരിക്കുകയും ചെയ്തു. ഇതിൽ കോടതി അല്പസമയത്തിനുള്ളിൽ അന്തിമമായ വിധി പറയും. ഏതായിരുന്നാലും അറസ്റ്റ് എന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇത് TVK അധികാരത്തിലെത്തിയത് മുതൽ DMKയുമായുള്ള തർക്കമുണ്ട്. ആദ്യം സ്റ്റാലിനെയും ഉദയനിധിയെയും നേരിട്ട് തന്നെ ആക്രമിക്കുന്ന തരത്തിലായിരുന്നു വിജയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തെ പ്രസംഗങ്ങളെല്ലാം. കരൂരിൽ ഈ ആൾക്കൂട്ട ദുരന്തമുണ്ടായപ്പോൾ വിജയെ അതിൻ്റെ കുറ്റസ്ഥാനത്ത് കൊണ്ടുവന്ന് രാഷ്ട്രീയമായി നേരിടാനാണ് DMKയുടെ ഭാഗത്തു നിന്നൊരു ശ്രമമുണ്ടായത്. എന്നാൽ കൃത്യമായ പോലീസ് സംവിധാനം പോലും ഒരുക്കാതെ അങ്ങനെ ഒരു അപകടം സൃഷ്ടിക്കുകയായിരുന്നു, ജനങ്ങളെ കൊലയ്ക്ക് കൊടുത്തത് അന്നത്തെ DMK സർക്കാരായിരുന്നു എന്ന ആക്ഷേപം വിജയ് ഉയർത്തുകയും ചെയ്തു. തുടർന്ന് അങ്ങോട്ട് എല്ലാ വേദികളിലും ഈ ഇരുകൂട്ടരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു, നേർക്കുനേർ പോർവിളികളായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രചരണ കാലഘട്ടം കഴിഞ്ഞാണ് TVK അധികാരത്തിലെത്തുന്നത്. അതിനുശേഷവും സ്റ്റാലിനെ കുറിച്ച് നല്ല വാക്കുകൾ വിജയ് പറയുമായിരുന്നെങ്കിലും ഉദയനിധിയുമായി സഭയിലടക്കം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെയാണ് തൃഷയെക്കുറിച്ചുള്ള ഇങ്ങനെ ഒരു പരാമർശം, അത് വലിയ വ്യക്തിപരമായി തന്നെ വിജയ് അത് എടുത്തു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിൽ ഇന്ന് തന്നെ വീടിനുള്ളിൽ കയറി അറസ്റ്റ് ചെയ്യുന്നൊരു കാര്യം നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ജയലളിത കരുണാനിധിയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. 2001 അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നത്. അന്ന് ചെന്നൈയിൽ പാലങ്ങൾ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം ഉയരുകയും അതിൻ്റെ പേരിലായിരുന്നു അന്ന് കരുണാനിധിയെ വീട്ടിൽ കയറി ജയലളിതയുടെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ 2006 അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് DMKയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു സംഗതിയായി മാറുകയും ചെയ്തു. ഇവിടെ ഉദയനിധിക്കുണ്ടാകുന്ന രാഷ്ട്രീയ മൈലേജ്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഒരു വശത്ത് ഉയരുകയാണ്. ഏതെങ്കിലും ഒരു അഴിമതി കാര്യത്തിൻ്റെ പേരിലല്ല ഉദയനിധിയുടെ അറസ്റ്റ് നടന്നിരിക്കുന്നത്, മറിച്ച് കാവേരി നദീജല പ്രശ്നത്തിലാണ്. തമിഴ്നാടിന് അർഹമായ ജലം കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ TVKയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനമായും DMKയുടെ ആരോപണം. അങ്ങനെ ഒരു വലിയ ജനസമൂഹത്തിൻ്റെ ആവശ്യം ഉയർത്തിക്കാട്ടി അറസ്റ്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് ഉദയനിധിക്ക് വലിയ തോതിലുള്ള രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കും, അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലുകളും. ഒരു ജനവികാരം ഉണർത്താൻ DMKയ്ക്ക് കഴിയുന്നുണ്ടോ? പ്രത്യേകിച്ചും ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇത് തമിഴ്നാട്ടില് ഏത് രീതിയിലാണ് ഇത് രാഷ്ട്രീയപരമായി വിഷയം ചർച്ചയാകുന്നത്? വിനോദ്, ടോം, ഇന്ന് വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ DMK പ്രവർത്തകരുടെ വലിയ കൂട്ടമുണ്ടായിരുന്നു. പോലീസ് വാഹനം തടയുന്ന നിലയിലേക്ക് പോയി. വിവിധ സംസ്ഥാന ജില്ലകളിൽ പല ഇടങ്ങളിലായി DMK പ്രവർത്തകർ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ട്, വഴി തടയുന്ന സാഹചര്യമുണ്ട്, വാഹനങ്ങൾ തടയുന്നതടക്കമുള്ള സമരപരിപാടികളിലേക്ക് പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. DMK തിരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള, അല്ലെങ്കിൽ ഈ വിജയ് സർക്കാരിൻ്റെ തുടക്ക സമയത്ത് തന്നെ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമായി ഈ അറസ്റ്റ് മാറുന്നു എന്നതാണ്. ഏതെങ്കിലും ഒരു അഴിമതി കേസിലോ അല്ലെങ്കിൽ വ്യക്തിപരമായുള്ള എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിലോ അല്ല ഈ അറസ്റ്റ് എന്നതാണ്. തമിഴ്നാട് ജനതയെ ബാധിക്കുന്ന ഒരു വിഷയം, കാവേരി വിഷയം എന്ന ഒരു വലിയ തുറപ്പുചീട്ട് തന്നെയാണ് ഇപ്പോൾ DMKയുടെ പക്കലുള്ളത്. അതിൻ്റെ ഒരു വിഷയത്തിലേക്ക് പോകുമ്പോൾ, അങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അതിൻ്റെ പേരിൽ വ്യക്തിവൈരാഗ്യം ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അശ്ലീല പദം ആരുടെയെങ്കിലും പേരെടുത്ത് പറയാതെ തന്നെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അറസ്റ്റിലേക്ക് പോകുമ്പോൾ അത് ഉദയനിധിക്ക് വലിയ മെച്ചമുണ്ടാക്കുമെന്ന വിലയിരുത്തൽ ഒരു വശത്ത് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ജയലളിതയുടെ സമയത്താണ് ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. കരുണാനിധിയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം. അങ്ങനെ മുത്തശ്ശനെ അങ്ങനെ അറസ്റ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ ചെറുമകനും അതേ രീതിയിൽ തന്നെ തമിഴ്നാട് പോലീസിൻ്റെ അറസ്റ്റിലേക്ക് വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോകുന്ന നിലയിലേക്കുള്ളൊരു കാഴ്ചയാണ് തമിഴ്നാട്ടിലുള്ളത്. സ്വാഭാവികമായും അത് DMKയ്ക്ക് വലിയ മൈലേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ടോം, വിനോദ്, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ഉദയനിധി സ്റ്റാലിനെ റിമാൻഡ് ചെയ്യേണ്ടതില്ല, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്തരം രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ സർക്കാർ ഈ വിഷയത്തിൽ ഒരു കടുത്ത നടപടി വേണ്ട, അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിനെ റിമാൻഡ് ചെയ്ത് ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയ നേട്ടം, DMKയ്ക്ക് കൂടുതൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരമൊരു നിലപാട് കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്?
ടോം, ഇത് സർക്കാരിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. ഇപ്പോൾ ഇനി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാലും ഇത് ഉണ്ടാക്കുന്ന ഒരു ക്ഷീണം ചെറുതല്ല. കാരണം എന്തിന് ഈ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയി എന്നൊരു ചോദ്യം വരും. വിജയുടെ പേരോ തൃഷയുടെ പേരോ ഉദയനിധി പരാമർശിച്ചിട്ടില്ല. പ്രസംഗത്തിലെ ഒരു ഭാഗം അത് തൃഷയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. പുറത്തുനിന്ന് ആളുകൾ തൃഷയുടെ പേര് വിളിച്ചു പറയുമ്പോൾ ഒരു പരാമർശം നടത്തുന്നത് എങ്ങനെ ഉദയനിധിയുടെ ആക്ഷേപമായി മാറും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശമായി മാറുമെന്ന നിയമപ്രശ്നമുണ്ട്. ആ ഒരു ചോദ്യമുണ്ട്. അവിടെ കൃത്യമായ നിയമ നടപടികൾ പാലിക്കാതെയാണ് ഈ അറസ്റ്റിലേക്ക് പോയത്. വീട്ടിൽ കയറി ഒരാളെ പിടികൂടുക എന്ന നിലയിലേക്ക് തിടുക്കപ്പെട്ടുള്ള നടപടിയായി എന്നത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യം എന്നുള്ള കാര്യത്തിലേക്ക് ഇപ്പോൾ ഈ അതിൻ്റെ ഒരു പ്രക്രിയ എത്തുന്നതും. ഏതായിരുന്നാലും ഉദയനിധിയെ സംബന്ധിച്ച് അടുത്ത ദിവസം സഭ ചേരുമ്പോൾ തീർച്ചയായും ഉയർത്തിക്കാട്ടാൻ ഒരു വിഷയമായിരിക്കുന്നു. കാരണം ഉദയനിധിയുടെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് DMK-ക്കെതിരെ കള്ളം പ്രചരിപ്പിക്കുക, അതോടൊപ്പം തന്നെ തനിക്കെതിരെ കള്ളക്കഥകൾ മെനയുക, ഇങ്ങനെയുള്ള കാര്യമാണ് TVK ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു മറുപടി കൊടുക്കുക എന്നതാണ്. പ്രത്യേകിച്ച് കർണാടക സർക്കാരുമായി DK ശിവകുമാറുമായി ചർച്ച നടത്താൻ വേണ്ടി വിജയ് ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ DK ശിവകുമാർ അതിന് തയ്യാറായില്ല. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ചർച്ച നടത്തുകയും അത് കർണാടകയ്ക്ക് അനുകൂലമല്ലാത്ത തരത്തിൽ മാറിയാൽ അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം അതും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെയാണ് DK ശിവകുമാർ അതിന് തയ്യാറാകാത്തത്. മാത്രമല്ല, ഈ വിജയുടെ ഏറ്റവും പുതിയ ചിത്രം ജനനായകൻ്റെ പ്രദർശനം കർണാടകയിലെ തിയേറ്ററുകളിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. കാരണം അങ്ങനെ ഒരു പ്രദർശനം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ആളുകൾ അക്രമത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാവേരി നദീജലം എന്നത് എല്ലാ കാലത്തും തമിഴ്നാടും കർണാടകയും തമ്മിൽ വലിയ തർക്കമുണ്ടാക്കുന്ന കാര്യമാണ്. വലിയ തോതിൽ വാഹനങ്ങളും ഒക്കെ തന്നെ കത്തിച്ചുള്ള ബന്ധുക്കൾക്കൊക്കെ രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പരാമർശമുണ്ടായത്. അവിടെ വിജയ് അത് വ്യക്തിപരമായി എടുക്കുകയും ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് തിടുക്കപ്പെട്ട് പോവുകയും ചെയ്തു എന്ന വിലയിരുത്തൽ തന്നെയാണ്. ഏതായിരുന്നാലും തകർന്നടിഞ്ഞ DMK-ക്ക് വീണ് കിട്ടിയ ഒരു അവസരമായി ഇത് മാറി എന്നതാണ് ഇതിൻ്റെ ആകെത്തുക. ടോം. വ്യക്തമാണ്. വിനോദാണ് വിവരങ്ങൾ നോക്കിയത്. കാവേരി വിഷയത്തിലെ പ്രസംഗത്തിനിടെ സ്ത്രീവിരുദ്ധവും ദ്വയാർത്ഥ പരാമർശവും നടത്തിയെന്ന പരാതിയിലാണ്, കേസിലാണ് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ സർക്കാർ ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് റിമാൻഡ് ചെയ്യേണ്ടതില്ല, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമെന്നാണ്. കാരണം ഇത് വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയേക്കാം. മാത്രമല്ല DMK ഇത് വലിയ രാഷ്ട്രീയ നേട്ടമാക്കാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായി ഇതിനെ ഒരു വലിയ പ്രചരണ ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തിനുമൊരു നിലപാടുണ്ടായിരിക്കുന്നത്. ഇടവേള. SFI നേതാവ് അഭിമന്യു വധക്കേസിൽ 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്ന് ഹൈക്കോടതി. വിചാരണ കോടതിക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്കാണ് നിർദ്ദേശം നൽകിയത്. അഭിമന്യുവിന്റെ അമ്മ ഭൂപതിയുടെ ഹർജിയിലാണ് നിർദ്ദേശം. ഇനി സമയപരിധി നീട്ടി നൽകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 2018 ജൂലൈ 2 പുലർച്ചെയാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ 2ാം വർഷ വിദ്യാർത്ഥിയും SFI നേതാവുമായ അഭിമന്യു കൊല്ലപ്പെട്ടത്. ആജ്ഞ രവീന്ദ്രൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ 8 വർഷം, അതായത് കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ചൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു. ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഇര കൂടിയായിരുന്നു അഭിമന്യു. പ്രത്യേകിച്ചും CPM അധികാരത്തിരുന്ന സമയത്ത് 2 തവണ സർക്കാർ, ഇടതുപക്ഷ സർക്കാരായിരുന്നു ആ കാലയളവിലൊക്കെ ഭരിച്ചത്. അതായത് അത്രയധികം ഒരു വശത്ത് SDP അടക്കം പ്രതിക്കൂട്ടിലായൊരു കേസ്. പക്ഷേ വിചാരണ നീണ്ടുപോയി. വിധി വരാൻ 8 വർഷത്തെ കാലതാമസം ഉണ്ടാകുന്ന ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. 4 മാസത്തിനകം വിധി പറയണമെന്ന്. എന്തായാലും കേരളം ആഗ്രഹിക്കുന്ന ഒരു വിധിയാകണം ഈ കേസ്, അഭിമന്യു വധക്കേസ്. കാരണം ഇത്രയധികം നിരവധി ക്യാമ്പസുകളിൽ ഇതുപോലെ വിദ്യാർത്ഥികളുടെ, സാധുക്കളായ മനുഷ്യരുടെ ചോര വീണിട്ടുണ്ട്. കർശനമായ നടപടി ഈ വിഷയത്തിൽ വേണമെന്ന് കേരളത്തിലെ പൊതുസമൂഹം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് ഇന്ന് ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് ആജ്ഞ? ടോം, അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയിരിക്കുന്ന ഹർജിയിലാണ് ഈ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് വിചാരണ നടപടികൾ 4 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇനിയും സമയപരിധി നീട്ടി നൽകില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കോടതി എടുത്തു പറയുകയുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് 2024 ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ചിരുന്നു. അഭിമന്യുവിന്റെ അമ്മ ഭൂപതി തന്നെ കോടതിയെ സമീപിച്ചിരുന്നു. 2024 ഡിസംബറിലാണ് ആ ഹർജിയുമായി കോടതിയിൽ അവരെത്തുന്നത്. അതിനുശേഷം
അതിനുശേഷം 2025 ജനുവരിയിൽ ഈ കേസ് 9 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. അതുവരെയും, അതായത് ഈ 2018 ജൂലൈ 2-നാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത്. തുടർന്ന് ഇങ്ങോട്ട് 6 വർഷത്തോളം ഈ കേസിൽ യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. അത്തരത്തിലൊരു നടപടിക്രമങ്ങൾ, അതായത് പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് കേസിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. 16 പ്രതികൾ ഈ കേസിൽ കുറ്റക്കാരാണ് എന്നുള്ള വിധി, കുറ്റക്കാരാണ് എന്ന് കോടതി വിധിക്കുന്നത് പോലും ഈ ഇടപെടലിന് ശേഷമാണ്. തുടർന്ന് 2026 ജൂലൈ ആദ്യ വാരത്തിലാണ് ഈ കേസിലെ പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള 16, അതായത് മുഹമ്മദ് ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള വിധി വരുന്നതും. തുടർന്ന് ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. അതേസമയം തന്നെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ കോടതിയെ സമീപിച്ചിരിക്കുന്ന ഹർജിയും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. പക്ഷേ വിചാരണ നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനെയൊരു, അതായത് സമയപരിധി നീട്ടി നൽകില്ല എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോടതി എടുത്തു പറയുന്ന സാഹചര്യം എന്ന് പറയുന്നതും ഈ 2025 ഇതിൽ 9 മാസത്തിനകം പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ അത് പാലിച്ചില്ല എന്ന് വേണം പറയാൻ. അതിനുശേഷം ഇപ്പോൾ 8 വർഷത്തിന് ശേഷമാണ് അഭിമന്യു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിന്റെ വിചാരണ നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് കേട്ടോ. ആജ്ഞ എന്തായാലും ഇത് ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ കർശനമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ വിചാരണ നടപടികൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? മറ്റു നടപടികൾ ഇനി എങ്ങനെയായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയുടെ തുടർ നടപടികൾ ഇനി എങ്ങനെയായിരിക്കും? ടോമി, നിലവിൽ ഇതുവരെ ആ കുറ്റക്കാരൊക്കെ എന്നുള്ള സാഹചര്യം മാത്രമേ, അതിലൊക്കെ കാര്യം മാത്രമേ കോടതി ബോധ്യപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ അവർക്കുള്ള ശിക്ഷാവിധി, തുടർന്നുള്ള നടപടികളുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു സാഹചര്യം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഫേസ് ചെയ്തിരുന്നു. ഹൈക്കോടതി ഈ വിഷയത്തിലും ഇടപെട്ടതാണ്. എന്തായാലും 8 വർഷത്തിന് ശേഷമാണ് അതായത് ഈ ക്യാമ്പസ് രാഷ്ട്രീയ കൊലപാതകത്തിന്റെ അവസാനത്തെ ഇര എന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന അഭിമന്യുവിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളും അതല്ലെങ്കിൽ വിചാരണ നടപടികളും ഇപ്പോൾ അവസാനിപ്പിക്കണമെന്നുള്ള കോടതി ഇടപെടൽ ഉണ്ടാകുന്നത് തന്നെ 8 വർഷത്തിന് ശേഷമാണ്. 8 വർഷവും, അതായത് പ്രധാനമായി കേരളത്തിലെ ക്യാമ്പസ് ഫ്രണ്ട്, അതല്ലെങ്കിൽ SDPI, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ ആളുകളൊക്കെ പ്രവർത്തകരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കൊലപാതകം എന്നുള്ള നിലയിൽ വലിയ അധികം രാഷ്ട്രീയ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്ന ഒരു കൊലപാതകമാണ്. അതുമാത്രമല്ല, ചുവർ എഴുത്തുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്ര വലിയൊരു സംഘർഷത്തിലേക്ക് എത്തിയതും. അഭിമന്യുവിനൊപ്പം തന്നെ മറ്റു വിദ്യാർത്ഥികളും ഇതിൽ പരിക്കേൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അഭിമന്യുവിന്റെ കൊലപാതകത്തിനൊപ്പം തന്നെ മറ്റു വിദ്യാർത്ഥികൾക്കും സാഹചര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കേരളത്തിന്റെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ അങ്ങേയറ്റം കറപുരണ്ട ഒരു ഏട് കൂടിയാണ് അഭിമന്യു കൊലപാതകം. അതിൽ തന്നെ അമ്മ ഭൂപതി പലതവണയാണ് ഇപ്പോൾ കോടതിയിൽ വിചാരണ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ 2024 ഡിസംബറിൽ കോടതിയെ സമീപിക്കുന്നു. തുടർന്ന് 2025 ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഡിസംബറിൽ കോടതിയെ സമീപിച്ചപ്പോൾ ജനുവരിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഹൈക്കോടതി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് നൽകിയിരുന്നതാണ്. പക്ഷേ എന്നിട്ടും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. 16 പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള കണ്ടെത്തിയതല്ലാതെ മറ്റ് നടപടിക്രമങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അത് വേഗം പൂർത്തീകരിക്കണം, അടിയന്തരമായി പൂർത്തീകരിക്കണം എന്നുള്ളത് വീണ്ടും അഭിമന്യുവിന്റെ അമ്മ തന്നെ, ഭൂപതി തന്നെ നൽകിയിരിക്കുന്ന ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 4 മാസത്തിനകം പൂർത്തീകരിക്കണം. അത് മാത്രമല്ല, ഇനി സമയപരിധി നീട്ടി നൽകില്ല എന്നുള്ള കോടതി അന്ത്യശാസനം കൂടിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിൽ പോകുന്നത്. കാസർഗോഡ് KSRTC താൽക്കാലിക കണ്ടക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുളിയാർ സ്വദേശി യോഗീഷാണ് മരിച്ചത്. താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ഭീതി മൂലമാണ് യുവാവ് തൂങ്ങി മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. 18 വർഷമായി KSRTCയിൽ താൽക്കാലിക കണ്ടക്ടറാണ് യോഗീഷ്. ഒരു 3 ആഴ്ച മുമ്പ് തന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഒരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്ഥിരത ഒരു വലിയൊരു മാനസിക പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. എപ്പോഴും വിളിച്ച സമയത്ത് പറയും, നമുക്ക് സ്ഥിരത, നമ്മളെ എംപാല ജീവനക്കാർ ഇത്രയും ഇങ്ങനെ ഡ്യൂട്ടി എടുക്കാനായി പോയല്ലോ, ശമ്പളം യഥാർത്ഥത്തിൽ സമയാസമയം കിട്ടുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത് ഈ ഒരു 3-ാം തീയതി കഴിഞ്ഞ ദിവസം
മുഴുവൻ എംപാനൽ ജീവനക്കാരും പുറത്തേക്ക് പോകും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു വൈഡ് പബ്ലിസിറ്റി ഉണ്ട്. അത് മുന്നേ മറ്റ് ജീവനക്കാർ കൊടുത്തതിൻ്റെ കേസിൻ്റെ അടിസ്ഥാനത്തിൽ വിധി വരും എന്നുള്ളൊരു ഒരു വേവലാതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ജോലി സംബന്ധമായ കാര്യത്തിൽ ചെറിയൊരു അരാജകത്വം, അസ്ഥിരത കാണുന്നുണ്ട്. 18 വർഷങ്ങളായി KSRTCയിൽ ടെമ്പററി ജോലി ചെയ്യുന്നത്, ടെമ്പററി കണ്ടക്ടറായിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാരെ പിരിച്ചുവിട്ടതും മറ്റേ കുറേ ആൾക്കാരെ പിരിച്ചുവിടാൻ പോകുന്നുണ്ടെന്നെല്ലാം പറയുന്ന ഒരു ന്യൂസ് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ അത് അവന് കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്യാണം ജനുവരി 31 കല്യാണം ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അന്നേരം ഈ കല്യാണം ഫിക്സ് ചെയ്തിട്ട് ജോലി പോകുമെന്നുള്ളൊരു പേടിയാണ് ഇതിൻ്റെ അതല്ലാതെ വേറെ നമുക്ക് അറിഞ്ഞിരുന്ന ഒരു കാരണങ്ങളും ഇല്ല. ശമ്പളം ഒരു കറക്റ്റ് സമയത്ത് തരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഡ്യൂട്ടി എടുക്കുന്നതല്ലാതെ നമുക്ക് ഏത് ദിവസം പെർമനൻറ്റിന് ഇപ്പോൾ 31 1-ാം തീയതി കറക്റ്റ് ശമ്പളം കൊടുക്കുന്നുണ്ട്. അവരെ പോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. പ്രിയദർശിനി തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് നമ്മൾ വെല്ലുവിളി എടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരു കംപ്ലയിൻറ്റ്, ഒരു യാത്രക്കാരൻ കംപ്ലയിൻറ്റ് ചെയ്താൽ നമ്മൾ ജോലിയിൽ നിന്ന് പുറത്താണ്. ബാക്കിയുള്ളവർക്ക് ട്രാൻസ്ഫറോ പണിഷ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു നമുക്ക് ഒരു ഇതില്ലാതെ പണിയിൽ നിന്ന് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തും. ശമ്പളം മര്യാദയ്ക്ക് വരുന്നില്ല. പിന്നെ എടുത്ത ജോലിക്ക് അലവൻസ് ഉണ്ട്. ആ അലവൻസ് എപ്പം വരുമെന്നും അറിയില്ല. നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും? നമുക്കും ജീവിക്കണ്ടേ? വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഈ യോഗീഷിന്റെ ബന്ധുക്കളും സഹപ്രവർത്തകരും ഒക്കെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ഉന്നയിക്കുന്നത്. കാരണം ഇവിടെ ജോലി 18 വർഷമായി KSRTCയിൽ ഒരു താൽക്കാലിക ജീവനക്കാരൻ ജോലി നഷ്ടപ്പെടുമെന്ന ഭയം, അതിനിടെ വിവാഹം പോലും ഉറപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികൾക്കിടയിലാണ് യോഗീഷ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഈ ഒരു യോഗീഷിന്റെ മാത്രം പ്രശ്നമല്ല, നിരവധി KSRTCയിലെ താൽക്കാലിക ജീവനക്കാർ സമാനമായ ദുരിതം അനുഭവിക്കുന്നുണ്ട്, മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. എന്താണ് ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിക്കുന്ന വിഷയം? പ്രധാനമായും ഈ ജോലി സംബന്ധമായ വിഷയം തന്നെയാണ് ഇത്തരത്തിലൊരു ജീവനെടുക്കാൻ കാരണം എന്നാണ് ബന്ധുക്കളും അതോടൊപ്പം സഹപ്രവർത്തകരും പറയുന്നത്. ഇദ്ദേഹം 18 വർഷമായി KSRTC ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്തു വരികയാണ്. ഈ കാസർഗോഡ് ചൊള്ളിയ റൂട്ടിലാണ് ഇദ്ദേഹം കൂടുതലായും സർവീസ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിവാഹം കൂടി ഇയാൾക്ക് ഉറപ്പിച്ച ഒരു സാഹചര്യത്തിൽ ജോലി പോയാൽ അത് വലിയ തോതിൽ ബാധിക്കുമെന്ന ഒരു സമ്മർദ്ദമായിരിക്കാം. അങ്ങനെ മറ്റ് കാരണങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് കുടുംബക്കാരും അതുപോലെ തന്നെ സഹപ്രവർത്തകരും പറയുന്നത്. സഹപ്രവർത്തകരോടും ഈ കാര്യം പങ്കുവെച്ചെന്നാണ് അവർ പറയുന്നത്. നമ്മോട് തന്നെ അവർ പ്രതികരിച്ചത് അങ്ങനെയാണ്. അതായത് വലിയ മാനസിക സമ്മർദ്ദമുണ്ട്. 18 വർഷമായുള്ള ഒരു ജോലിയാണ്. കാരണം അദ്ദേഹത്തിന് 41 വയസ്സായിരിക്കുന്നു. ഇത്രയും കാലം KSRTC ബസ്സിൽ ഇത്തരത്തിൽ ജോലി ചെയ്ത് ഇനിയിപ്പോൾ മറ്റൊരു ജോലി തേടേണ്ട സാഹചര്യം, അത് വലിയ തോതിൽ മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കിയെന്നാണ് പറയുന്നത്. എന്തായാലും KSRTC നടപ്പിലാക്കുന്ന ഒരു ഇത്തരത്തിലുള്ള പ്രിയദർശിനി പോലുള്ള പദ്ധതി, ആ പദ്ധതിയിൽ ഈ താൽക്കാലിക ജീവനക്കാരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നാൽ അതിൽ പരാതി ഉണ്ടായാൽ അവരെ പുറത്താക്കുന്ന തരത്തിലുള്ള നടപടി കടക്കുമെന്നാണ് ഇവർ പറയുന്നത്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ഒരു സമയം, അങ്ങനെയുള്ള ഒരു സമയത്ത് തന്റെ ജോലി കൂടി പോകുമെന്ന് കരുതിയത് കൊണ്ടാണ് ഇങ്ങനെ ജീവനൊടുക്കുക എന്നാണ് പറയുന്നത്. ഏതായാലും ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ല. ആദൂർ പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കുടുംബവും അതോടൊപ്പം KSRTCയിലെ മറ്റ് സഹപ്രവർത്തകരും പറയുന്നത് ഇദ്ദേഹം ഈ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഭീതി, ആ ഭീതിയിലാണ് ജീവനൊടുക്കുക എന്നാണ്. യെസ്, അങ്ങനെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ യോഗീഷിനെ അലട്ടിയിരുന്നോ? കാരണം ഇത്തരം ജോലി പോകുമെന്നൊരു ഭയം, ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ആത്മഹത്യാ കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടോ ബൈജു? ആത്മഹത്യാ കുറിപ്പ് അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിൽ ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പ്രധാനമായും പറയുന്നത് ഇത് തന്നെയാണ്. ഒരു 18 വർഷമായ ഒരു ജോലി നോക്കുന്നു. ആ ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ വിഷയം KSRTCയിലെ താൽക്കാലിക ജീവനക്കാരുടെ വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയാണ്. അതിൽ ഉടൻ ഒരു തീരുമാനം ഉണ്ടായേക്കാം. അപ്പോൾ വിവാഹം കൂടി ഉറപ്പിച്ച സാഹചര്യത്തിൽ യോഗേഷ് അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം വിവാഹം കൂടി ഉറപ്പിച്ച ഒരു സാഹചര്യത്തിൽ ഈ ഒരു ജോലി പോവുകയാണെങ്കിൽ അത് വലിയ തോതിൽ ബുദ്ധിമുട്ടാവും. ഇദ്ദേഹത്തിന്റെ പുതുതായൊരു വീട് ഇപ്പോൾ അടുത്ത് പണിതതാണ്. ഒരു പക്ഷേ അതിന്റെ ബാധ്യതയൊക്കെ ഉണ്ടാകാം. ഏതായാലും ഈ സഹപ്രവർത്തകരുടെ ഉൾപ്പെടെ ഈ ജോലി നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക പങ്കുവെച്ചു എന്ന് പറയുമ്പോൾ അത്തരത്തിലാണ് ഇവർ സംശയം വരുന്നത്. മറ്റെന്തെങ്കിലും പ്രശ്നം ഇദ്ദേഹത്തെ ഉള്ളതായി കുടുംബത്തിനും അറിയില്ല, അങ്ങനെ പങ്കുവച്ചിട്ടില്ല, സുഹൃത്തുക്കളോടും പങ്കുവച്ചിട്ടില്ല. അപ്പോൾ പോലീസ് പ്രധാനമായും ഈ ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്താത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിഗമനം തന്നെയാണ് പോലീസും പങ്കുവെക്കുന്നത്. ഏതായാലും ഇതിൽ വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകും. കാരണം ഇത്തരം ഒരു വിഷയത്തിന്റെ പേരിൽ ഒരാൾ ജീവനൊടുക്കുകയാണെങ്കിൽ അത് ടോം പറഞ്ഞതുപോലെ തന്നെ അതൊരു യോഗേഷിന് മാത്രം ഒതുങ്ങുന്നത്
എന്നാൽ വലിയ ഒരു മാനസിക പ്രശ്നം തന്നെയായിരിക്കും വരും ദിവസം. അതിൽ കൃത്യമായ ജാഗ്രത സർക്കാരിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് ഗതാഗത വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഇതിലൊരു വിധി ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം ഇതിന് വിധി ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ KSRTCയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഒരുപക്ഷെ യോഗേഷിനെ പോലെ ആശങ്കയുള്ള നിരവധി പേരുണ്ടാകാം. ഏതെങ്കിലും തരത്തിൽ ജീവനൊടുക്കുക അല്ലെങ്കിൽ ആത്മഹത്യ ഇതിനൊന്നും പരിഹാരമല്ല. മറ്റ് ഇപ്പോൾ നമ്മൾ ഒരു ഇദ്ദേഹം മോർച്ചറിൽ പോയപ്പോൾ തന്നെ അവിടെ സ്വകാര്യ ബസ് ഉടമകൾ ഉൾപ്പെടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജോലി പോയാലും മറ്റൊരു ജോലി നൽകാമെന്ന തരത്തിൽ ആളുകളൊക്കെ സഹായിക്കാനുണ്ടാകുമ്പോൾ ഇങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു മാനസിക സമ്മർദ്ദം അതിലായിരിക്കാം ജീവനൊടുക്കുന്നത്. കാരണം ഇന്നലെ വരെ ഡ്യൂട്ടിക്ക് പോയിരുന്നു. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇങ്ങനെ ജീവനൊടുക്കിയത്. ഇവരും അമ്മയും മാത്രമാണ് ഈ വീട്ടിൽ താമസമുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ വന്നപ്പോൾ വീടിന് തൊട്ട് പുറത്തുള്ള ഒരു ഷെഡിന് ആണ് ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സ് എത്തിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ട സമയമാണിത്. അതിനുള്ള ഒരു സൂചനയാണിത്. ഇത്തരം സംഭവങ്ങളിനെ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപാട് പേർക്ക് ഇതിലൊരു ആശങ്കയുണ്ടാകാം. ഇത്തരത്തിൽ വർഷങ്ങളായി KSRTCയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ആശങ്കയുണ്ട്. നമ്മളോടൊപ്പം പങ്കുവെച്ച സഹപ്രവർത്തകരും പറയുന്നത് തന്നെയാണ് 18ഉം 20ഉം വർഷ ആളുകളാണ്, എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം അവരും ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണോ കാരണമെന്നത് സംബന്ധിച്ച് അതിലൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. ടോം. യെസ്, വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രിയദർശിനി പോലുള്ള ജനകീയ പദ്ധതികൾ അത് നല്ലതാണ്. അത്തരം പദ്ധതികളൊക്കെ സർക്കാർ നടപ്പാക്കട്ടെ. പക്ഷെ അതോടൊപ്പം തന്നെ ഈ KSRTC ജീവനക്കാർ കൃത്യമായി ശമ്പളം കൊടുക്കുന്ന കാര്യവും അത് ഉറപ്പാക്കാനും നമ്മുടെ ഗതാഗത വകുപ്പിന് കഴിയണം. അതല്ലെങ്കിൽ ഇതുപോലെ യോഗേഷിനെ പോലെ നിരവധി മനുഷ്യർ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. നിരവധി കുടുംബങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ശമ്പളം പോലും കൃത്യമായി കിട്ടുന്നില്ല. ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്ക, അതാണ് യോഗേഷിന് ജീവനൊടുക്കാനുള്ള കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനം പിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. KM ബഷീറിന്റെ ഭാര്യ ജസീലയുടെ ഹർജിയിൽ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണം. വിചാരണ കോടതി മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ജസീല കോടതിയെ സമീപിച്ചത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ജസീല ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. അതായത് ഈ കേസിലെ പ്രതി വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്, IAS ഉദ്യോഗസ്ഥനാണ്. ഈ പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ള. അദ്ദേഹത്തിൻ്റെ സൗകര്യപ്രദം ഈ കോടതി മാറ്റം അനുവദിക്കുന്നു. ഇതിൽ പല രീതിയിലുള്ള ആരോപണവും ജസീലയുടെ ഹർജിയിൽ അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാരിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത്? ഇപ്പം നേരത്തെ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി നമ്പർ 1 ഈ കേസിന്റെ നടപടിക്രമങ്ങൾ നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് 4 മാറ്റിയാണ് മറ്റ് വിചാരണ നടപടിക്രമങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. കേസിന്റെ വിചാരണയ്ക്ക് വേണ്ടി പ്രതിഭാഗം അഭിഭാഷകന്റെ സൗകര്യമനുസരിച്ചിട്ട് 4 നമ്പർ കോടതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് നേരത്തെയും ഇത്തരം കാര്യം ചർച്ചയായിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ KM ബഷീറിന്റെ ഭാര്യ ജസീല ഇതുമായി ബന്ധപ്പെട്ട് കോടതി മാറ്റം ചോദ്യം ചെയ്ത് ഹർജി നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി ഈ പ്രതിഭാഗം അഭിഭാഷകന്റെ സൗകര്യത്തെ മാനിച്ചു തന്നെയാണ് ഇത്തരത്തിലുള്ള കോടതി മാറ്റം എന്ന് തന്നെയാണ് ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീറാം വെങ്കിട്ടരാമനും അതുപോലെ സർക്കാരിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ കൃത്യമായ മറുപടി നൽകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസിൽ കോടതി വ്യക്തമാക്കുന്നത്. എന്തായാലും ശ്രീറാം വെങ്കിട്ടരാമനുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വാധീനമുള്ള ഒരു ഇടത്തേക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരുന്നത് എന്നുള്ള ആരോപണവും ശക്തമാണ്. എന്തായാലും പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ളയാണ് അദ്ദേഹത്തിന് കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു ഇടത്തേക്ക്, ഒരു കോടതി മുറിയിലേക്ക് ഇതിന്റെ വിചാരണ നടപടികൾ മാറ്റുന്നു എന്ന കാര്യം തന്നെ ചോദ്യം ചെയ്തു തന്നെയാണ് ജസീല കോടതിയിൽ എത്തിയിരിക്കുന്നത്. കേട്ടോ ആജ്ഞ, അതായത് ഇതൊരു അസാധാരണമായ നടപടിയാണോ? സാധാരണഗതിയിൽ ചില ഘട്ടങ്ങളിൽ ഇത്തരം കോടതി മാറ്റമൊക്കെ അനുവദിക്കാറുണ്ട്. പക്ഷെ ഇതിൽ എന്തായാലും ഇത്തരം ഒരു ആക്ഷേപം ഉയർന്ന പശ്ചാത്തലത്തിൽ
ബഷീറിന്റെ ഭാര്യ, കുടുംബം ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ആ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകും? പ്രത്യേകിച്ചും വിചാരണ ഘട്ടത്തിലേക്ക് കടന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രീറാം വെങ്കിട്ടരാമൻ ഈ ഡ്രൈവ് ചെയ്തിരുന്നില്ല, ഒപ്പമുണ്ടായിരുന്ന വഫ ഫിറോസ് ആണ് ഡ്രൈവ് ചെയ്തിരുന്നതെന്ന് ഒന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ നടന്നിരുന്നതാണ്. പക്ഷേ പിന്നീട് ദൃക്സാക്ഷി മൊഴി ഉണ്ടായത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇതുമായി ബന്ധപ്പെട്ട ശ്രീറാം വെങ്കിട്ടരാമൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ളത് അറിയില്ല എന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് നടന്നിരുന്ന വിചാരണ ഘട്ടത്തിലൊക്കെ ശ്രീറാം വെങ്കിട്ടരാമൻ പലതവണയും കോടതിയിൽ ഹാജരാകാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, മാധ്യമപ്രവർത്തകർ കൂട്ടത്തോടെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ബഹിഷ്കരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ തന്നെ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ ശ്രീറാം വെങ്കിട്ടരാമൻ ശ്രമിച്ചിരുന്നു, ഓരോ കേസിന്റെ ഓരോ ഘട്ടത്തിലും ശ്രമിച്ചിരുന്നു എന്നുള്ള ആരോപണവും ശക്തമാണ്. ആ ഒരു ഘട്ടത്തിൽ ടോം ചോദിച്ച ചോദ്യം വളരെ റെലവെന്റ് ആണ്. ബിക്കോസ് അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കോടതി മാറ്റങ്ങൾ, നേരത്തെ ജഡ്ജിന്റെ അസൗകര്യം അല്ല ജഡ്ജ് ചില കേസുകളിൽ നിന്നും പിന്മാറുന്ന സാഹചര്യം ഒക്കെ വരുമ്പോൾ കോടതി മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് അസാധാരണ നടപടിയല്ല കോടതി മാറ്റം. പക്ഷേ പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കോർട്ടിലേക്ക് മാറ്റുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുമ്പോൾ ഇത് ചോദ്യചിഹ്നമാവുകയാണ്. അതായത് യഥാർത്ഥത്തിൽ ഈ കെ എം ബഷീറിന്റെ ഫാമിലിക്ക്, കുടുംബത്തിന് നീതി കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക അതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് അവരുടെ അവകാശം കൂടിയാണ്. ഇത്തരം ഒരു ആശങ്ക നിലനിൽക്കുമ്പോൾ തങ്ങൾക്ക് നീതി കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാകുമ്പോൾ അത്തരത്തിലുള്ള ഹർജിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത്, അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു അവകാശം കൂടിയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കോടതി മാറ്റത്തെ ഹൈക്കോടതി ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ ഈ ജസീലയുടെ ഹർജി, അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനും ശ്രീറാം വെങ്കിട്ടരാമനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിന്റെ മറുപടിയെ തുടർന്നായിരിക്കും ഹൈക്കോടതിയിൽ കൂടുതൽ അന്തിമ തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാവുക. കേട്ടോ, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നോക്കിയത്. തൃശൂർ പെരുമ്പിലാവിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം. 13.5 പവൻ സ്വർണവും 10,000 രൂപയും നഷ്ടപ്പെട്ടു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ വെളുത്ത വളവിൽ അക്ബറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മുൻവശത്തെ വാതിൽ തകർത്ത് മോഷ്ടാക്കൾ അകത്ത് കയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കവരുകയായിരുന്നു. നവമി ദിനേശ് ചേരുന്നുണ്ട് തൃശ്ശൂർ വിവരങ്ങളുമായി. നവമി, അടച്ചിട്ട വീട്ടിലാണ് ഈ മോഷണം നടന്നത്. ഈ അക്ബറും കുടുംബാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ലേ? ടോം, ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയായിരുന്നു അക്ബറും കുടുംബവും പുറത്തേക്ക് പോയത്. ഇവർ രാത്രി 8:30 കൂടിയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് തന്നെ വീട്ടിന്റെ മുൻവാതിൽ തകർന്ന നിലയിലായിരുന്നു. അപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഒരു മോഷണം നടന്നിട്ടുണ്ടെന്ന്. പിന്നീട് വീടിന്റെ അകത്ത് കയറി നടത്തിയ പരിശോധനയിലാണ് അലമാരിയിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം, പണം, ആധാർ കാർഡ്, ആർസി ബുക്ക് എന്നിവ മോഷണം പോയ വിവരം കുടുംബം അറിയുന്നത്. ഉടനെ തന്നെ കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ നിന്നും ഒരു മോഷണം നടന്നതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. 13.5 പവൻ സ്വർണവും 10,000-ഓളം രൂപയുമാണ് നഷ്ടപ്പെട്ടതെന്നാണ് അക്ബർ പറയുന്നത്. ഇത് പെരുമ്പിലാവ് പട്ടാമ്പി റോഡിന്റെ അടുത്തുള്ള വീട്ടിലായിരുന്നു ഈ ഒരു മോഷണം നടന്നത്. എന്തായാലും പോലീസ് വീട്ടിലെത്തി പരിശോധന. ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? CCTV ദൃശ്യങ്ങളോ മറ്റോ ലഭ്യമായിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഇത് ഈ സ്ഥിരം മോഷ്ടാക്കളാണോ? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? പോലീസ് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ടോം, ഈ സമീപ പ്രദേശത്തെ CCTV അക്ബറിന്റെ വീട്ടിൽ CCTV ഇല്ല. സമീപ പ്രദേശങ്ങൾ, കടകൾ, റോഡ് സൈഡ്, അതായത് വീട്ടിലേക്ക് വരുന്ന വഴിയുടെ അടുത്തുള്ള കടകൾ, അവിടെയൊക്കെയുള്ള CCTV പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്നാലും പ്രതികളെ പെട്ടെന്ന് തന്നെ പിടികൂടും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതികളെ കുറിച്ചുള്ള സൂചനകളും ലഭിച്ചു എന്ന് പോലീസ് പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസും പുറത്തുവിട്ടിട്ടില്ല. ഇവർ ഇങ്ങനെ സ്ഥിരം മോഷ്ടാക്കളാണോ എന്ന സംശയം പോലീസ് പറയുന്നുണ്ട്. കാരണം വീട്ടിന്റെ മുൻവാതിൽ, വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതികൾ മോഷണം നടത്തിയതെന്ന് പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമീപ പ്രദേശങ്ങൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നവരെയൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാലും വീട്ടിലെ അരമാരയിലെ വസ്ത്രങ്ങളും വാരി വലിച്ചിട്ട നിലയിലാണ്. ഒപ്പം പുറകുവശത്തെ ഗ്രില്ലും തകർത്താണ് മോഷ്ടാക്കൾ പുറത്തേക്ക് പോയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും പോലീസ് ഈ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV, ഒപ്പം ഈ വഴിയിലേക്ക് നടന്നു വന്നവർ,
സംശയാസ്പദമായ സാഹചര്യത്തിൽ, അതായത് കുടുംബം പുറത്തേക്ക് പോയി എന്ന് അറിഞ്ഞു തന്നെയാണ് അവിടെ മോഷണം നടത്തിയത്. അപ്പോൾ ഈ പ്രദേശത്തെ കുറിച്ചോ വീടുകളൊക്കെ നിരീക്ഷിച്ചു വരുന്ന ആൾക്കാരാണോ ഈ മോഷ്ടാക്കൾ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രതികളെ ഉടനെ തന്നെ പിടികൂടും, അവരെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചു എന്ന് മാത്രമാണ് കുന്നംകുളം പോലീസ് വ്യക്തമാക്കുന്നത്. നവമി, ഈ പ്രദേശം എങ്ങനെയാണ്? സ്ഥിരമായി ഇങ്ങനെ കവർച്ച നടക്കുന്നൊരു സ്ഥലമാണോ? ജനങ്ങൾ വലിയ ഒരു ആശങ്കയുണ്ടോ? പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മഴക്കാലമാണ്, ഈ സമയങ്ങളിലാണ് സാധാരണ കവർച്ചാ സംഘങ്ങൾ നാട്ടിലിറങ്ങുന്നത്. തൊട്ടയലോക്കത്തെ വീടുകൾ പോലും ഈ കനത്ത മഴയും കാറ്റും ഒക്കെ ഉള്ളപ്പോൾ അയൽവാസികൾ പോലും അറിയാറില്ല ഒരു വീട്ടിൽ നടക്കുന്ന കവർച്ചയെക്കുറിച്ചോ മറ്റ് അനിഷ്ട സംഭവങ്ങളെക്കുറിച്ചോ അറിയാറില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ്? ഒരു സ്ഥിരമായി കവർച്ചകൾ നടക്കുന്ന സ്ഥലമാണ്. ഇതിനു മുൻപ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പോലീസ് പറയുന്നതനുസരിച്ച് അവിടെ ഇത്തരത്തിൽ മുൻപ് മോഷണം നടന്നിട്ടുണ്ട്, പല വീടുകളിലും മോഷണം നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഈ പ്രതികളെ എന്ന് പറയുന്ന ആളുകൾ, അവരെ കുറിച്ചുള്ള അവരുടെ ഒരു പശ്ചാത്തലവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികളെ പിടികൂടും, അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരിക. എന്തായാലും ടോം പറഞ്ഞതുപോലെ തന്നെ രാത്രി സമയങ്ങൾ, പ്രത്യേകിച്ച് വീട്ടിൽ ഈ മഴ, അതികഠിനമായ മഴയാണ്. ഈ മഴയുള്ള സാഹചര്യങ്ങളിൽ ആളില്ലാത്ത വീടുകൾ നോക്കി മോഷ്ടിക്കുന്നത് തന്നെയാണ് ഇവർ സ്ഥിരം തൊഴിലാക്കിയിരിക്കുന്നത്. കാരണം സമീപ പ്രദേശങ്ങളിലുള്ളവരാരും തന്നെ ഇത് ശ്രദ്ധിക്കില്ല. മഴ ആയതുകൊണ്ടൊക്കെ എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെയായിരിക്കും. ശബ്ദം, പുറത്ത് മഴയുടെ ശബ്ദമായതിനാൽ തൊട്ടടുത്തിട്ടുള്ള വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും പലപ്പോഴും അറിയാൻ കഴിയാത്ത സമയമാണ്. ആ സാഹചര്യം മുതലെടുത്ത് തന്നെയാണ് ഇവർ ഇത്തരത്തിൽ മോഷണങ്ങൾ നടക്കുന്നത്. എന്തായാലും പോലീസ് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യം, മോഷണം ശ്രമമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉള്ളതിനാൽ വീട്ടിൽ ഇത്രയും പണമോ അല്ലെങ്കിൽ സ്വർണമോ ഒക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നതിലൊക്കെ ജാഗ്രത വേണം. ഒപ്പം വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അങ്ങനെ CCTV അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കണം എന്നീ തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ പോലീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ സമീപ പ്രദേശങ്ങളിലുള്ളവരൊക്കെ വലിയ ഭീതിയിൽ തന്നെയാണ്. കാരണം ഈ ഇത്രയും വലിയൊരു മോഷണമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതും വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കിയ സംഘമാണ് മോഷണം നടത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലാണ് ഈ കവർച്ച ഉണ്ടായത്. അടച്ചിട്ട വീട് കുത്തി തുറന്ന 13 പവൻ സ്വർണവും പണവും കവരുകയായിരുന്നു. പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇനി സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് 2 ലഹരി കേസുകളാണ്. രണ്ടും മലപ്പുറം ജില്ലയിലാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാന് ശേഷം ഏറ്റവും അധികം ലഹരി വേട്ട നടക്കുന്ന ജില്ല പോലും മലപ്പുറം ജില്ലയാണ്. മലപ്പുറത്തും തിരൂരിലുമാണ് 2 കേസുകൾ ഉണ്ടായത്. ബംഗളൂരുവിൽ നിന്നും ലഹരി കടത്തിക്കൊണ്ടുവന്ന സംഘത്തെയും തിരൂരിൽ ലഹരി വിൽപ്പന നടത്തുകയായിരുന്ന മൊത്ത വിൽപ്പനക്കാരെയും ചില്ലറ വിൽപ്പനക്കാരെയും ഉൾപ്പെടെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ജിഷാദ്, VK ജിഷാദ് ചേരുന്നു വിവരങ്ങളുമായി. ജിഷാദ്, 2 കേസുകളാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. ഇത് ഈ മലപ്പുറം ജില്ലയിൽ സ്ഥിരമായി ലഹരി എത്തിക്കുന്ന സംഘങ്ങളാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? ടോം, നിരവധി കേസുകളിൽ ഉൾപ്പെട്ടവരാണ് വീണ്ടും അറസ്റ്റിലായിട്ടുള്ളതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ബാംഗ്ലൂരിൽ നിന്നും MDMA കേരളത്തിലെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്ന ആളുകളെയാണ് ഇന്ന് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അരീക്കോട് പ്രദേശത്തുള്ളവരാണ് ഈ അറസ്റ്റിലായത്. ചൊവ്വാഴ്ച രാവിലെ പുലർച്ചെയായിരുന്നു ഈ ലഹരി സംഘത്തെ പോലീസ് പിടികൂടുന്നത്. ഈ ബാംഗ്ലൂരിൽ നിന്നും ഈ ചില്ലറ വിൽപ്പന നടത്തിയാണ് ഇവര് പൈസ കണ്ടെത്തിയിരുന്നത്. 8 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത്. അരീക്കോട് സ്വദേശി നിജില്, അതുപോലെ തന്നെ കാവന്നൂർ സ്വദേശി മുഹമ്മദ് ഷാൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതി നിജിൽ മുമ്പും ലഹരിക്കടത്ത് കേസിൽ ശിക്ഷ അനുഭവിച്ചയാളാണ്. 2023 MDMAയുമായി നിജിലിനെ ബാംഗ്ലൂരിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും ഈ ലഹരിക്കടത്തിൽ സജീവമായിരുന്നു. എന്തായാലും ഈ ചില്ലറ വിൽപ്പനയായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധനയും അതേപോലെ തന്നെ ഇവരെ പിടികൂടുന്നതും. ഡാൻസ് ഓഫ് സംഘമാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് തിരൂരാണ്. തിരൂരിൽ ചില്ലറ കഞ്ചാവ് വിൽപ്പനയാണ് പ്രതികൾ ഉദ്ദേശിച്ചിരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഇതും പിടികൂടുന്നത്. അതായത് പുലർച്ചെയാണ് ഇപ്പോൾ ലഹരിക്കടത്ത് സംഘങ്ങൾ സജീവമാവുന്ന ഒരു സ്ഥിതിയുള്ളത്. തുഫാന്റെ ഭാഗമായി ആയിരുന്നു അതായത് 30 ഗ്രാം കഞ്ചാവ് ഈ പ്രതിയിൽ നിന്നും പിടികൂടുന്നത്. താനൂർ സ്വദേശി അബ്ദുൽ മനാഫിനെയാണ് തിരൂർ പോലീസ് പിടികൂടിയത്. താവനൂർ ചുങ്കത്ത് വീട്ടില് നിന്നായിരുന്നു ഈ സംഘം സൂക്ഷിച്ച കഞ്ചാവ് പിടികൂടുന്ന ഒരു സാഹചര്യം. രാവിലെയാണ് ഈ ലഹരിക്കടത്ത് സംഘങ്ങൾ സജീവമാകുന്നത്.
എന്തായാലും മനാഫിന്റെ നിന്നും ലഹരി വിൽപ്പനയോട് സമാഹരിച്ച 26,000 രൂപയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളും മുൻപ് അതായത് MDMA കേസിൽ അറസ്റ്റിലായിരുന്നു. എന്തായാലും വിദ്യാർത്ഥികൾക്കും ജിഷാദ്, ഇതിനു മുൻപ് ഇവരെ ഇതുപോലുള്ള ലഹരി കേസുകളിൽ പിടികൂടിയിട്ടുണ്ടോ? ഇതിനു മുൻപ് ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? സ്ഥിരമായി ഇങ്ങനെ ലഹരി എത്തിക്കുന്നവരാണോ? അതെ, ഈ രണ്ട്, അതായത് കൊണ്ടോട്ടിയിലെ കേസിൽ നിജിൽ മുൻപ് ശിക്ഷ അനുഭവിച്ചയാളാണ്. MDMA കേസിൽ ശിക്ഷ അനുഭവിച്ചയാളാണ്. വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചായിരുന്നു MDMA വിൽപ്പനയും മറ്റു കാര്യങ്ങളും നടന്നിരുന്നത്. അതുപോലെ തന്നെ ഈ മനാഫ്, അതായത് തിരൂരിൽ അറസ്റ്റായ മനാഫും മുന്നേ MDMA കേസിൽ അറസ്റ്റിലായ ആളാണ്. ചില്ലറ വിൽപ്പനയുമായാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഞ്ചാവുമായാണ് മനാഫിനെ അറസ്റ്റ് ചെയ്യുന്നത്. കൊണ്ടോട്ടിയിൽ അറസ്റ്റായ നിജിൽ നേരത്തെ MDMA കേസിൽ അറസ്റ്റിലായ ആളാണ്. എന്തായാലും മൂന്ന് പ്രതികളും സമാന കേസുകൾ ശിക്ഷ അനുഭവിച്ച ആളുകളാണ്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ മലപ്പുറം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. നിരവധി കേസുകളാണ് ചില്ലറയായും മൊത്തമായും നമുക്ക് അതായത് റിപ്പോർട്ടായി കൊണ്ടിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. വി കെ ജിഷാദാണ് തിരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മലപ്പുറം ജില്ലയിലെ 2 ലഹരി കേസുകളിലാണ് യുവാക്കൾ പിടിയിലായത്. സ്പോട്ട്ലൈവ് പൂർണ്ണമാകും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.